ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ? പൊരികയുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അതിന് വേറെ ആൾക്കാരെ നോക്കിയാൽ മതി. വടകരയിലെ UDF യോഗത്തിൽ RMP നേതാവായ KS ഹരിഹരൻ നടത്തിയ പ്രസംഗം കേരളം ഒന്നടങ്കം അപലപിച്ച പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗത്തെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരുണ്ടായിരുന്നു അന്ന് ആ വേദിയിലും വേദിക്ക് പുറത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വിസ്മരിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അന്ന് കൈയടിച്ചവർ മാപ്പ് പറയണ്ടേ? അന്ന് വേദിയിലുണ്ടായിരുന്നവർ മാപ്പ് പറയണ്ടേ? ഈ ചോദ്യം പലപ്പോഴും ഉന്നയിച്ചിട്ടും ആ പ്രസ്താവനയെ അല്ലെങ്കിൽ ആ പ്രസംഗത്തെ തള്ളിപ്പറയുക മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മെല്ലെ മെല്ലെ KS ഹരിഹരനെ ന്യായീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ന്യായീകരിക്കാൻ ആദ്യം ഇറങ്ങിയത് KK രമ തന്നെയാണ്. KK രമ പറഞ്ഞു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് അത്. പക്ഷേ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് RMPയുടെ ജനാധിപത്യ മര്യാദയാണ് എന്ന് പറഞ്ഞ ശേഷം പറയുകയാണ് CPMന്റെ നേതാക്കൾ എത്രമാത്രം ഇതുപോലെ സ്ത്രീകളെ അപമാനിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളിതാ ജനാധിപത്യ മര്യാദ, ഉയർന്ന ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ച് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു KS ഹരിഹരൻ. അതോടുകൂടി പ്രശ്നം അവസാനിച്ചു എന്ന് പറയുന്നത് KK രമയാണ്. RMPയുടെ നേതാവായ N വേണുവാണ്. RMP നേതാവിന്റെ പ്രസംഗമാണ്. KS ഹരിഹരൻ RMP നേതാവാണ്. RMP പക്ഷേ അങ്ങനെയൊക്കെ ന്യായീകരിച്ചു എന്ന് വരാം, അത് സഹിക്കാം. കാരണം അവരുടെ പാർട്ടി നേതാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ. അപ്പോഴും ഖേദം പ്രകടിപ്പിച്ചതിൽ പിടിച്ചാണ് RMP തന്നെ ന്യായീകരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന് അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസ് ആണ് അതിനേക്കാളും വലിയ സംരക്ഷകരായി രംഗത്ത് വരുന്നത്. അതിന് മുൻപന്തി നിൽക്കുന്നത് മറ്റാരുമല്ല, K മുരളീധരനാണ്. ഖേദം പ്രകടിപ്പിച്ചില്ലേ, ഇനി എന്താണ് ഇവരുടെയൊക്കെ പോയി കാല് പിടിക്കണോ എന്ന ചോദ്യമാണ് K മുരളീധരൻ ചോദിക്കുന്നത്. എന്ത് നെറികെട്ട നാണം കെട്ട ചോദ്യമാണിത്. ആരുടെ കാലാ പിടിക്കേണ്ടത്? KK ശൈലജയുടെയും മഞ്ജു വാര്യരുടെയും കാലാണ് പിടിക്കേണ്ടത്. കാല് പിടിച്ച് മാപ്പ് പറയേണ്ടതാണ്. അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും അവഹേളിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. K മുരളീധരന്റെ വാക്കുകൾ, അദ്ദേഹം മാധ്യമപ്രവർത്തകരോടാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചത്. അത് നമുക്ക് ഒന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നൊരു പരാമർശം വിമർശന വിധേയമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വാചകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു. അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മാപ്പ് ചോദിച്ചു, ക്ഷമ ചോദിച്ചു. പിന്നെ ഇതിലും കൂടുതൽ എന്താ ചെയ്യേണ്ടത്? ഇത് വിമർശിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കാലത്ത് ഒരു MLAനെ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് എന്താ പറഞ്ഞു? ഞാൻ ചോദിക്കുന്നത്, എവിടെ പോയി ഈ സംസ്ഥാനത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു? ഇപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചത്. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ? പൊരികയുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അതിന് വേറെ ആൾക്കാരെ നോക്കിയാൽ മതി. അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. K മുരളീധരനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്. ഇതിനേക്കാളും വലിയ ഒരു അധിക്ഷേപം KS ഹരിഹരന്റെ പ്രസംഗത്തിലുണ്ട്. മാധ്യമങ്ങളൊക്കെ അത് മൂടി വച്ചിരിക്കുകയാണ്. ആരും അത് വീണ്ടും വാർത്തയാക്കുന്നില്ല, ആരും അത് വീണ്ടും ചർച്ച ചെയ്യുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ മറുപടി പറയാതെ മാറി മാറി നടക്കുകയാണ്. മാധ്യമപ്രവർത്തകർ K മുരളീധരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളോട് ആ ചോദ്യം ചോദിക്കുന്നുമില്ല. അത് മറ്റൊന്നുമല്ല, ഒരു സമുദായത്തെ മുഴുവൻ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നുണ്ട് KS ഹരിഹരൻ ആ പ്രസംഗത്തിൽ. വടകരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നവർ ആരൊക്കെയാണ്? മുസ്ലിം ലീഗ് സജീവമായിട്ടുണ്ടായിരുന്നു, SDPI ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഒന്നു ചേർന്ന് പ്രവർത്തിച്ചു ഷാഫി പറമ്പലിന് വേണ്ടി. കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ മൊത്തത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർജ്ജീവമായിരുന്നു. അത് സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. KPCCയുടെ അവലോകന യോഗത്തിലും അക്കാര്യം ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ മാറി നിന്ന ഘട്ടത്തിൽ അവിടേക്ക് ആ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും SDPIയുടെ നേതാക്കൾ. SDPI ആണ് ഏറ്റവും തീവ്രമായ രീതിയിൽ ഷാഫി പറമ്പലിന് വേണ്ടി പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും സജീവമായിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് KS ഹരിഹരൻ പ്രസംഗിച്ചത്. ഈ UDFന് പിന്തുണ പ്രഖ്യാപിച്ച UDFന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിച്ച ഇത്തരം ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. നേതാക്കൾ വേദിയിലുണ്ട്, പ്രവർത്തകർ പുറത്തിരിക്കുന്നുണ്ട്. SDPIയുടെ നേതാക്കളുണ്ട്. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പ്രവർത്തകർ ഈ പ്രസംഗം കേൾക്കാൻ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ്
KS ഹരിഹരൻ പറഞ്ഞത്. ആ പ്രസംഗം കൂടി നമുക്ക് കേൾക്കാം. ഇതിന് മറുപടി പറയാൻ, ഈ പ്രസംഗം ശരിയായിരുന്നോ എന്ന് പറയാൻ തയ്യാറാകണം കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ. കോഴിക്കോട്ട് CAA-ക്കെതിരെ ഒരു വലിയ റാലി നടക്കുകയാണ് കടപ്പുറത്ത്, LDF-ൻ്റെ. അവിടെ ഉണ്ട് ഒരു മൗലവി വാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കുന്നു. മുക്കത്തുനിന്നുള്ളൊരു മൗലവി വാങ്ക് വിളിച്ചപ്പോൾ സ്റ്റേജിൽ പിണറായിൻ്റെ പിറകിൽ നിസ്കരിക്കുക. മൗലവിക്ക് അതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിച്ചാൽ മതി. പക്ഷേ അതുപോലെ LDF-ൻ്റെ റാലീൻ്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോട് LDF-നുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ. എന്നാൽ ആ സ്റ്റേജിൽ എളമരം കരീമുണ്ട്, VKC മുഹമ്മദ് കോയുണ്ട്, മെഹബൂബുണ്ട്, അഹമ്മദ് ദേവർകോലുണ്ട്. അവരാരും നിസ്കരിക്കുന്നില്ല. VKC മെഹബൂബൊക്കെ പോട്ടെ, അഹമ്മദ് ദേവർകോവിൽ നിസ്കരിക്കണ്ടേ? അയാൾക്ക് നിസ്കാരം വേണ്ട. ആ സമയത്ത് അയാൾക്ക് നിസ്കാരം വേണ്ട. മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ പിണറായി ഇരിക്കുന്ന സ്റ്റേജിൻ്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുകയാണ്. അതിങ്ങനെ ലോകം മുഴുവൻ കാണുക. എന്ത് രാഷ്ട്രീയമാണ്? ഒരു പ്രശ്നം മാത്രം ഉയർത്തിപ്പിടിച്ച്, പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം ഉയർത്തിപ്പിടിച്ച് അതുപോലെ ചർച്ചയാക്കി മാറ്റി മറ്റൊരു ഭാഗം മുക്കിക്കളയാം, ഒതുക്കിക്കളയാം എന്നാണ് ഇപ്പോൾ UDF നേതാക്കളും മാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട് KS ഹരിഹരനെതിരെ. അത് നാളെ ഒരു വലിയ പ്രതിഷേധമായി മാറും. അത് RMPക്കെതിരെയുള്ള പ്രതിഷേധമായി മാറും. അത് UDF-നെതിരെയുള്ള പ്രതിഷേധമായി മാറും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട.